എനിക്കൊന്നും അറിഞ്ഞൂടാ കുഞ്ഞേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എൻ്റെ കൂടെ ഒന്നും ചോദിക്കണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടുത്തെ സാറിന് അത് പിടിക്കില്ല. നിങ്ങളെല്ലാം കൂടി നീലയെക്കുറിച്ചുള്ള കഥ ചോദിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണേ എന്നോടൊന്നും ചോദിക്കണ്ട കുഞ്ഞേന്ന്. പക്ഷെ നിങ്ങൾക്കപ്പോൾ കഥ കേട്ടേ തീരും. ജോലി ചെയ്യുന്ന വീട്, അവിടെ ഉള്ളവർ പറയണത് കേൾക്കാൻ ജോലിക്കാർ ബാധ്യസ്ഥരാണ്. അപ്പോൾ പിന്നെ നിക്കക്കള്ളിയില്ലാതെ ഞാൻ കഥ അങ്ങ് പറഞ്ഞു. കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അതാ കിടക്കണ് പുളിയടി തുമിക്കണി എന്ന് കേട്ടോണ്ടിരുന്ന ആള് വന്നല്ലോ. കുറ്റം കഥ പറഞ്ഞ ആളിന് നരേന്ദ്ര സാറ് പറഞ്ഞത് കുഞ്ഞും കേട്ടതാണേ. അതുകൊണ്ട് ലതകുമാരി വരുന്നു, ജോലി ചെയ്യുന്നു, പോണം. അപ്പൂപ്പനും അമ്മമ്മയും വലിയപ്പനും വരികയോ പോവുകയോ ചെയ്യട്ടെ. യച്ചി വരികയോ പോവുകയോ ചെയ്യട്ടെ. വെള്ള സാരിയോ ചുവന്ന സാരിയോ ഉടുക്കട്ടെ. എല്ല് തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യട്ടെ. രക്തം വേണമെങ്കിൽ കുടിക്കട്ടെ, കുടിക്കാതിരിക്കട്ടെ. പനയിലോ പാലമരത്തിലോ താമസിക്കട്ടെ. അതിലൊന്നും ഇടപെടാ ഇനി ഈ ലതാകുമാരി ഇല്ല കേട്ടാ. കഥകിന്റെ മൂല അല്ല, ആ കഥകിന്റെ മൂലെന്ന് ചൂലെടുക്കാനായിട്ട് ചോദിച്ചത്. മൂലയില് അപ്പൂപ്പൻ നിക്കണമെന്ന് പറയാൻ പോണെന്ന് കുഞ്ഞു വിചാരിച്ചാ? ചത്താല് ഞാൻ അങ്ങനെ പറയില്ല, സത്യം. പിന്നെ ഗർഭിണികൾ തൂങ്ങി മരിക്കുമ്പോഴാണ് യക്ഷികളാവണമെന്നൊന്നും ഞാൻ പറയൂല. പറങ്ക മാവില് തൂങ്ങി മരിച്ച അന്നേരം തന്നെ യക്ഷിയാവുന്നെന്ന് ഞാൻ പറയൂല. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ടാണ് അമ്മേ രക്തശാമുണ്ടേശ്വരി എല്ലാരെയും കാത്തു രക്ഷിക്കണേ. ചേച്ചി അല്ല, നരേട്ടന് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായതുകൊണ്ടാ. വേണ്ട, വിശ്വസിക്കണ്ട. നമ്മുടെ രായൻ സാറേ, B23 രായൻ സാറിന് ഇതിലൊന്നും വിശ്വാസം ഇല്ലാതിരുന്ന ആളാണേ. ഇപ്പൊ അവിടെ മന്ത്രവും പൂജയും കാര്യങ്ങളും ഒഴിഞ്ഞിട്ട് നേരെയില്ല. യക്ഷിയും ഭൂതവും ഒന്നും ഇല്ലെന്ന് ഇപ്പൊ ആരെങ്കിലും ചെന്ന് രായൻ സാറിനോടൊന്ന് പറയണം. അവനെ ഉണ്ടല്ലോ സാറ് കാലേ തൂക്കിയെടുത്ത് തറയിലടിക്കുക. സാറിന്റെ വീട്ടിലെ പാലമരത്തിലുണ്ടല്ലോ 2 യക്ഷികളെ ആണി അടിച്ച് നിർത്തിയിരിക്കല്ലേ. അയ്യോ ഇല്ല കുഞ്ഞേ, ഞാൻ ഒന്നും പറയണില്ല. ആളിലെളിയവൻ കുട്ട ചുമക്കണം, അതാ ലോകനീതി. നമ്മൾ ജോലിക്കാരി. എന്റെ സ്ഥാനം ഞാൻ തിരിച്ചറിഞ്ഞില്ല. ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ എന്തൊക്കെയോ ജൽപ്പിച്ചു പോയി. നിങ്ങൾ ക്ഷമിക്കണം. എല്ലാം ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നു കളഞ്ഞു. അയ്യോ, അവിടെ എവിടെ മുടി പൊഴിഞ്ഞു കിടക്കണത്? കുഞ്ഞിന്റെ തലേന്ന് മുടി പൊഴിയണ നോക്കട്ടെ. വലിയ പൊഴിച്ചിലങ്ങനെ കാണുന്നില്ലല്ലോ. അയ്യോ, അപ്പൊ ഇനി അയ്യോ വേണ്ടപ്പാ വേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേണ്ടാതിനെ ആയി പോവുമല്ലോ. അയ്യോ, അരി വെന്ത് കലങ്ങി കാണാം. കുഞ്ഞേ, അലക്ക ഉള്ളത് എടുത്തിട്ട് അരി വാർത്തിട്ടിട്ട് ഞാൻ തുണി അലക്കാം. അയ്യോ, വെന്ത് കിഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് വയ്യ. ചേച്ചി അല്ല ചേച്ചി, എന്റെ കുഞ്ഞെ ഞാൻ പറഞ്ഞു, അപ്പൂപ്പന്റെ കാര്യമാണെങ്കിൽ എന്നോട് പറയാം. അല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ നരേട്ടന് അറിവില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോട്ടെ, ക്ഷമിച്ചു കളാം. അയ്യോ അരുത്, എന്നോട് ക്ഷമ ചോദിക്കല്ലേ മക്കളെ. എനിക്ക് പാവം കിട്ടും കേട്ടാ. ഞാനന്ന് അങ്ങനെയാണെങ്കിലേ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. അരുത്, അപേക്ഷ പോലെ പറയരുത്. കടയിൽ പോണമെന്നായിരിക്കും, അല്ലെങ്കിൽ നാളെ നേരത്തെ വരണമെന്നായിരിക്കും. അതൊന്നും അപേക്ഷിക്കരുത്, ആജ്ഞാപിക്കുകയാണ് വേണ്ടത്. ചേച്ചി നാളെ 8 മണിക്ക് വരണം, അങ്ങനെ ആജ്ഞയായിട്ട് പറയണം. അതല്ല പിന്നെ ഒരു മന്ത്രവാദിയുടെ കാര്യം. വേണ്ട, പിന്നെ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് വയ്യേ. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ എന്റെ കുഞ്ഞെ. പറയട്ടെ? പറയണ്ട ചേച്ചി. ചേച്ചി അതെ, ഞാൻ ആജ്ഞ പോലെ പറയുന്നേ. എനിക്ക് മന്ത്രവാദിയെ കുറിച്ച് അറിയണം. മന്ത്രവാദികൾക്ക് അവരെ ഓടിക്കാൻ ശക്തി ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ, അത് നേരാണോ? ഏവരെ ഓടിക്കാൻ കുഞ്ഞേ? അവരെ യക്ഷികളെയാ? കുഞ്ഞ് ആജ്ഞാപിക്കുകയാണല്ലോ, എങ്കിലേ ഞാൻ പറയും. എന്നാ ഞാൻ പറയാം. മന്ത്രവാദി എന്ന് പറയുന്നവരെ മഹാന്മാരാ. ഇപ്പൊ തന്നെ കുഞ്ഞ് കൊലക്കൊമ്പ് ആനകളെ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാൻ പേടിയായിരിക്കും. ദൂരെ നിന്നേ നമ്മൾ നോക്കും. പക്ഷെ ആനപ്പാപ്പനെ കുഞ്ഞ് കണ്ടിട്ടുണ്ടോ? കയ്യിലൊരു കൊച്ചു തോട്ടിയായിട്ട് മെലിഞ്ഞുണങ്ങി നടക്കും. ആനയുടെ കാൽ ചോട്ടിക്കിടന്ന് ഉറങ്ങും. കൊമ്പിൽ ചാരിയിരുന്ന് വീടി വലിക്കും. ആന ഇടയ്ക്ക് വശക്കേട് എന്തെങ്കിലും കാണിച്ച
വെറുതെ തോട്ടിയൊന്ന് അനക്കിയാ മതി, അവിടെ നിൽക്കും ആനയുടെ ചാട്ടം. മന്ത്രവാദിയെ കുറിച്ച് പറയേച്ചി. ആ, അതുപോലെ എന്റെ കുഞ്ഞെ മന്ത്രവാദി കേട്ടാ. യക്ഷി ഭൂതോ ഇവയൊക്കെ ഈ മന്ത്രവാദിമാർക്ക് പുഷ്പമാ, പുഷ്പം. എന്നെ പരീക്ഷിക്കുകയാണോ എന്നും പറഞ്ഞു ഒരു പൂളനൊന്ന് ഇരുത്തി മൂളും. യക്ഷിയെ ഒന്ന് ഇരുത്തി നോക്കിയാ മതി, യക്ഷിയും ചാത്തനും മറുതയൊക്കെ നേരത്തോട് നേരം പരിച്ചു കിടക്കും മക്കളെ. ചൂരല് വടി കൊണ്ട് ഒരു വട്ടം വരയ്ക്കും. ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുന്ന രക്തരക്ഷസിനോട് മന്ത്രവാദി പറഞ്ഞ കിടുകിടുകിടാന്ന് വിറച്ചോണ്ട് കയറി നിൽക്കും. എന്നാലും ഞാൻ ആജ്ഞാപിക്കാം, ഒരു മന്ത്രവാദിയെ കൊണ്ടു തരണം. എന്നാലും എനിക്ക് സമാധാനം കിട്ടും. ആജ്ഞയാണോ? ആ, കൊണ്ടുവരാം. ആജ്ഞയെ ധിക്കരിച്ചവളാണെന്ന് എനിക്ക് ചീത്തപ്പേര് വരാൻ പാടില്ല. ഞാൻ കൊണ്ടുവരാം മന്ത്രവാദിയെ. അപ്പൊ സംഗതിയൊക്കെ ക്ലീൻ. എല്ലാം പറഞ്ഞ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ അങ്ങ് വന്നേച്ചാ മതി. ഏറ്റു ഞാൻ സതി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ വന്നാൽ മതി മതി. ആദ്യം അവിടെ വന്നാ മതി, കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം. അല്ല, അപ്പുറത്തെ സാർ കുറച്ച് സമയം അവിടെ കാണും, പക്ഷേ പുള്ളിക്കാരനിലൊന്നും വലിയ വിശ്വാസമില്ല. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ലേ? ശേ, യക്ഷിയെ ഒഴിപ്പിക്കുന്ന ആളിന് മനുഷ്യനെ പേടിയോ? കഷ്ടം തന്നെ. ഒഴിയുമായിരിക്കും. ആ, ഒഴിപ്പിച്ച് വിടണം. ഒഴിയോ? ഒഴിപ്പിക്കണം. ഒരു ശബ്ദം തോന്നലാവാം. അതെ, പക്ഷേ അത് തന്നെ ആവണമെന്നില്ല.